നല്ല കോർഡിനേഷനാണ്. ഇതിൽ മൊത്തത്തിലുള്ള കോർഡിനേഷൻ സംസ്ഥാന സർക്കാരാണ് നടത്തുന്നത്. കാരണം അവരുടെ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവാണ്. ഹെൽത്ത് മിനിസ്ട്രിയാണ്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേന്ദ്ര ഫോഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൈറ്റിൽ നിന്ന് അതിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് അത് PMOയ്ക്ക് HMOയ്ക്കും കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ മുണ്ടക്കൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ആ നദി കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് കാണാൻ സാധിച്ചു. നല്ല രീതിയിൽ പോവുകയാണ്. ആർമി, എയർഫോഴ്സ്, നേവി, NDRF ഇതിനെ കോർഡിനേറ്റ് ചെയ്യാണ് എൻ്റെ ദൗത്യം. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടിലാണ് കംപ്ലീറ്റ് ഉള്ള കോർഡിനേഷൻ. ഈ ചൂരൽമലയിൽ ഇതിന്റെ പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചൂരൽമലയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത മാർഗം ഈ പാലമായിരുന്നു. ആ പാലം നിർമ്മാണം എപ്പോഴത്തേക്ക് പൂർത്തിയാകും? ഡെയിലി പോലെ ഉടനെ തന്നെ അതിന്റെ മെറ്റീരിയൽസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും അതിന്റെ ബാംഗ്ലൂരിൽ നിന്നുള്ളതിന്റെ മെറ്റീരിയൽസ് എത്തിക്കഴിഞ്ഞു. ഉടൻ തന്നെ അത് പൂർത്തിയാകാൻ സാധിക്കും, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ. വളരെ വേഗം തന്നെ സേനയുടെ ഇടപെടൽ ഉണ്ടായിട്ട് കേന്ദ്ര സർക്കാരിന്റെ സഹായം ഒക്കെ വിഷയത്തിലുണ്ടായിട്ടുണ്ട്. ഇനി കൂടുതൽ സേന ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് അപ്പം തന്നെ PMOയില് HMOയിലും റിപ്പോർട്ട് ചെയ്യും. അതനുസരിച്ച് ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും വരും. സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ ഫോഴ്സിന് അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നുള്ള മെറ്റീരിയൽസ് വരുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആവശ്യമൊക്കെ ഉയരുന്നുണ്ട്. അതിനോട് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനായിട്ട് അതിനെപ്പറ്റി ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആദ്യം മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും, മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും, ഒരു രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനവും അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. ഇന്നലെ ഏതാണ്ട് 5:30 PMO ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. PM അതിനു മുമ്പ് തന്നെ ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞിരുന്നു. നേരിട്ട് ഇടപെടുന്നുണ്ട് വിഷയം. നേരിട്ട് അദ്ദേഹം ഇടപെട്ട് മികവുന്ന ഇവിടെ നിന്നുള്ള ന്യൂസ് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം ആക്റ്റീവായി. അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് PMO. പിന്നെ നിരന്തരമായിട്ടുള്ള ആ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു. ഈ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ അങ്ങ് ഇവിടെ തുടരുന്നതാണോ? അങ്ങനെയാണോ? ഇല്ല, അത് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അതിന്റെ മൂവ്മെന്റ് നോക്കിയിട്ട് ആവശ്യമനുസരിച്ച്. ഏതായാലും നന്ദി ശ്രീ ജോർജ് കുര്യൻ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നമ്മോട് സംസാരിച്ചു. അദ്ദേഹം ഇവിടെ നേരിട്ടെത്തി ഈ രക്ഷാപ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും ഒക്കെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾക്കാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയൊക്കെ നേരിട്ടുള്ള മേൽനോട്ടം ഈ ദൌത്യത്തിലുണ്ട്. സേന ഇതിനകം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ സേനകൾ, അത് കരസേനയും നാവികസേനയും ഒക്കെ ഇവിടെ, വായുസേനയും എയർഫോഴ്സും ഒക്കെ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങൾ ഉണ്ട്. സേന ഹെലികോപ്റ്ററുകൾ ഇവിടെ നിരീക്ഷണം നടത്തുകയാണ്. ഏതെങ്കിലും ആളുകൾ രക്ഷപ്പെടുത്താനുണ്ടെങ്കിൽ അടിയന്തര ഇടപെടലിന് വേണ്ടി സേന വീണ്ടും സജ്ജമാണ്. എല്ലാ ക്രമീകരണങ്ങളും അതിനുവേണ്ടി പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി ജോർജ് കുര്യൻ പറയുന്നു. മാത്രമല്ല, ഈ സേനകളുടെ കൃത്യമായ കോർഡിനേഷൻ വേണമെങ്കിൽ ഇനിയും വരും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള കൂടുതൽ സേന വേണമെങ്കിൽ അതിനും തയ്യാറാണ്. ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സേനാ സംവിധാനത്തോടും ഇതിനായി ഒരുങ്ങിയിരിക്കാനാണ് കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മുണ്ടക്കയിലേക്ക് പോകും. മുണ്ടക്കയിൽ പോയി കാര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷം കൂടുതൽ സംവിധാനങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് സഹായങ്ങളോ അല്ലെങ്കിൽ സേനാ വിന്യാസമൊക്കെ വേണമെങ്കിൽ, സേനയുടെ സഹായമൊക്കെ വേണമെങ്കിൽ അത് സാങ്കേതികമായും അതുപോലെ തന്നെ ഇവിടെ രക്ഷാദൌത്യത്തിനുമൊക്കെ വേണമെങ്കിൽ നൽകുമെന്ന് തന്നെയാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത്. യെസ്, അരുൺ സൂചിപ്പിച്ചതുപോലെ അവിടേക്ക് കേന്ദ്ര സംവിധാനങ്ങൾ എത്തുകയാണ്, സർക്കാർ സംവിധാനങ്ങൾ പരിപൂർണമായി എത്തുകയാണ്. രാഷ്ട്രീയമില്ല, വിവാദങ്ങളില്ല, നമുക്കിപ്പോൾ രക്ഷാപ്രവർത്തനമാണ് ആവശ്യം. അതാണ് വേഗത്തിൽ ആ നടപടിക്രമങ്ങൾ നടക്കുന്നത്. MS അനീഷ് കുമാറുണ്ട്. അനീഷ് കുമാറുള്ളത് മേപ്പാടിയിലാണ്. അനീഷ്,
മേപ്പാടിയുടെ അവസ്ഥ എന്താണ്? അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് അവസ്ഥ നമ്മൾ കണ്ടതാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം അനീഷ്? സജിത്ത്, അങ്ങേയറ്റം ഈ നെഞ്ച് തകർക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മളിപ്പോൾ ഈ മേപ്പാടിയിലെ ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും പഞ്ചായത്ത് കാര്യാലയത്തിലും ക്യാമ്പിലുമൊക്കെ കാണാൻ കഴിയുന്നത്. കാരണം തങ്ങളുടെ ഉറ്റവരുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പോകാൻ നിൽക്കുന്ന ആളുകൾ, അവർ പല തരത്തിലുള്ള ആളുകൾ മരണപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരെ കൂട്ടിക്കൊണ്ടു പോകാനായി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് പിന്നീട് കൈമാറുകയും ആ സംസ്കാരത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. ഇപ്പോഴും ഇവിടെ തിരിച്ചു കിട്ടാത്ത അല്ലെങ്കിൽ ഈ തെരച്ചിലിൽ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത കാണാതായ ആളുകളുടെ ബന്ധുക്കളും മറ്റുമൊക്കെ വന്ന് പരിശോധനകൾ നടത്തുന്നുണ്ട്. അവർ മൃതദേഹമെങ്കിലും ലഭിച്ചോ അല്ലെങ്കിൽ ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഇവിടെ എത്തുന്ന ഒരു കണ്ണു നിറയ്ക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പലർക്കും ഈ കുടുംബത്തിലെ 5ഉം 6ഉം 7ഉം പേരെയൊക്കെ നഷ്ടപ്പെട്ട ആളുകളാണ്. ഒരു കുടുംബങ്ങൾ തന്നെ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിൽ പൊട്ടിക്കരയുന്ന ആളുകളെയും നമ്മളിവിടെ കാണുന്നുണ്ട്. അത്യന്തം വേദനാജനകമായ കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും വളരെ പെട്ടെന്നാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. പോസ്റ്റ്മോർട്ടം കഴിയുന്ന മുറയ്ക്ക് തന്നെ മൃതദേഹങ്ങൾ ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റും. അതിനുശേഷം അവ സംസ്കാരത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്യും. ആംബുലൻസുകൾ അടക്കമുള്ള വലിയ സന്നാഹങ്ങൾ, ആവശ്യമുള്ളതിനേക്കാൾ 4-5 ഇരട്ടി ആംബുലൻസുകൾ ഈ സ്ഥലത്തുണ്ട്. ഒപ്പം മൊബൈൽ മോർച്ചറികൾ ഇന്നലെ തന്നെ അതിനുള്ള ആഹ്വാനം കളക്ടർ നൽകിയതിന് പിന്നാലെ വലിയ അളവിൽ ആവശ്യത്തിനുള്ളിൽ 5-8 ഇരട്ടി മൊബൈൽ ഫ്രീസറുകൾ പോലും എത്തിയിരുന്നു. ഇപ്പോഴും ഈ വാഹനങ്ങൾ പോകുന്നത് കാണാം. ഈ പരിക്ക് പറ്റിയവരെ മറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുകയും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റുന്നതിനുമൊക്കെ അടക്കം ഉള്ള ആളുകൾ ഉറ്റവരെ അവസാനമായി കാണാനെത്തുന്നവർ, ഈ മരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങളിൽ തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്ന് തെരഞ്ഞു വരുന്നവർ, അവരെ അന്വേഷിച്ച് നടക്കുന്ന എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ഒരു തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സജിത്ത്, അതാണ് അവിടുത്തെ സാഹചര്യം. എന്തായാലും നമുക്ക് വിവരിക്കാൻ പോലും ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യമാണ്. കണ്ണീർ കയത്തിലാണ് വയനാടിൻ്റെ സാഹചര്യം അങ്ങനെ ദയനീയമായി തന്നെ തുടരുകയാണ്. രക്ഷാപ്രവർത്തകർ മാറിമറിഞ്ഞ് വരുന്നുണ്ട്, പലതരത്തിലും പല ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വയ്യ. മുണ്ടക്കൈ എന്ന ഗ്രാമമേഖല തൂത്തെറിയപ്പെട്ടപ്പോൾ അവിടേക്ക് ഇനിയും നമുക്ക് എത്തിപ്പെടാൻ ഇടങ്ങളുണ്ട്. അവിടുത്തെ അവസ്ഥ ഇനിയും പൂർണ്ണമല്ല. നമുക്ക് മുന്നിലുള്ള ഇപ്പോഴുള്ള കണക്കുകളല്ല യഥാർത്ഥ വസ്തുത. അതൊന്നുകൂടി ആവർത്തിക്കുകയാണ്. കണക്കുകളിൽ മാറ്റമുണ്ടാകും. ദുരന്തത്തിൻ്റെ വ്യാപ്തി അതിലും വലുതാണ് എന്ന സാഹചര്യം